ഹായ് ഹലോ CBSE +2 ബോർഡ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ലൈക്ക് ഔട്ട് ഓഫ് ദ മെനി പപ്പായ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ യുവർ ഗാർഡൻ ഓൺലി എ ഫ്യൂ ബെയർ ഫ്രൂട്ട്സ് ഗീവ് റീസൺ. നമ്മളുടെ ഗാർഡനിൽ വളരുന്ന ഒരുപാട് പപ്പായ മരങ്ങളിൽ നിന്നിട്ട് ആകെ വളരെ കുറച്ചെണ്ണം മാത്രമേ കായ്ക്കുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടേക്കുന്നത്. And this is basically the thing about unisexual bisexual. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. പപ്പായ ഒരു യൂണിസെക്ഷുവൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഡൈഷ്യസ്. ദാറ്റ് മീൻസ് ഒരു ചെടിയിൽ ഐദർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ മെയിൽ പപ്പായ പ്ലാന്റ്സ് ആസ് വെൽ ആസ് ഫീമെയിൽ പപ്പായ പ്ലാന്റ്സ്. മെയിലായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം മെയിലായിട്ടുള്ള പൂക്കളായിരിക്കും തരുന്നുണ്ടാവുക, ഫീമെയിൽ പ്ലാന്റ്സ് എല്ലാം ഫീമെയിൽ പൂക്കളായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പൂക്കൾ സെപ്പറേറ്റ് ചെടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഡൈഷ്യസ് അല്ലെങ്കിൽ യൂണിസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത്. ആൻഡ് നമ്മൾക്കറിയാം ഏത് ചെടിയിലാണോ ഫീമെയിൽ ആയിട്ടുള്ള ഫ്ലവർ ഉള്ളത് അതിൽ പോളിനേഷൻ നടന്നാലാണ് അതൊരു ഫ്രൂട്ടായിട്ട് മാറുക. സോ ഒബ്വിയസ്ലി നമ്മളുടെ ഗാർഡനിൽ വളരെ കുറച്ച് പപ്പായ മരങ്ങളിൽ മാത്രമേ പപ്പായ ഉണ്ടാവുന്നുള്ളതിന്റെ റീസൺ എന്താണ്? ഈ പപ്പായ ഉണ്ടാകുന്ന മരങ്ങളിലാണ് പോളിനേഷൻ നടക്കുക. ദാറ്റ് മീൻസ് ദാറ്റ് ഈ പപ്പായ ഉണ്ടാകുന്ന മരങ്ങളാണ് ഈ ഗാർഡനിലെ ഫീമെയിൽ ആയിട്ടുള്ള ചെടികൾ എന്നുള്ളതാണ്.